ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ചില്ലി പനീറിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഏറ്റവും ഈസി വേല ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത പനീർ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ റൈസ് പൗഡർ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ കുടഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂണിട്ട് മിക്സ് ചെയ്യാൻ പോകണ്ട, പനീർ പൊടിഞ്ഞു പോവും. ഇത് പനീർ ഫുള്ളൊന്ന് കോട്ടായി വരാൻ എടുക്കുക. അരിപ്പൊടി എക്സ്ട്രാ വേണ്ടിക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തട്ടിക്കളയാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓഫ് കോൺഫ്ലോർ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി ഏതായാലും എടുക്കാം, ഇത് പനീറൊന്ന് ക്രിസ്പിയായി വരാനാട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ സോൾട്ടും ഇട്ടിട്ട് ഒന്ന് ഡ്രൈ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ കട്ടിയാവും, അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് ഡ്രൈ മിക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, ഫുള്ള് ലൂസായി പോകുമല്ലോ. അപ്പോൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പനീർ കോട്ടായി വരേണ്ട ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലേക്കാട്ടോ വേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് പനീർ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പനീർ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പനീർ തമ്മിൽ ഒട്ടിപ്പിടിക്കും. അതിപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആക്കാൻ പോകണ്ട, അന്നേരം പനീറും പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം സിസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ബട്ടർ മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പനീർ ഏത് സൈസിലാണ് കട്ട് ചെയ്തിട്ടുണ്ടാകുക, ഏകദേശം ഒരു സിമിലർ സൈസിലാണ് ക്യാപ്സിക്കം ഓണിയനും കട്ട് ചെയ്യേണ്ടത്. പിന്നെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കണം. ഓണിയൻ നല്ലോണം വെന്ത് പോകണ്ട, സോട്ട് ചെയ്ത് വന്നാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ഞാനൊരു 2 ചില്ലി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവിന് ഇതിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടിയിട്ട് ചില്ലി കൂടുതലിടാം. നെക്സ്റ്റ് ഇതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കം സെയിം സൈസിൽ കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സോട്ട് ചെയ്ത് വന്നേരം നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ഇട്ട് കൊടുക്കുന്നുണ്ട്. സോൾട്ട് ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, ലാസ്റ്റിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ബിക്കോസ് ഇത്ര സോസ് ഇട്ട് കൊടുക്കുന്നതിനെ കൊണ്ട് സോസിൽ സോൾട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ അവിടെ 1 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊരിക്കുമ്പോൾ പനീറിലും കോട്ടിങ്ങിന് നമ്മൾ സോൾട്ട് ഇട്ടിട്ടുണ്ടായല്ലോ, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി മോഡൽ വേണ്ടിക്ക് ഇവിടെ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വേണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യാണ്ട് ഡയറക്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഞാൻ ഫൈനലായിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കൊറിയാണ്ടർ വെച്ചിട്ട് ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിക്ക് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.